പഠിക്കാൻ പ്രായമൊരു പ്രശ്നമായി തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഇനി പ്രായം മറന്ന് SSLC+2 നേടിയെടുക്കാം. അതും വെറും 6 മാസം കൊണ്ട്. ലോകത്തിൽ എവിടെയിരുന്നും ഓൺലൈനായി പഠിക്കാൻ ബാസ് സ്റ്റഡി സെന്റർ അവസരമൊരുക്കിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ +2 എക്സാമിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ചെയ്തതായിരുന്നു. അതിലും തോറ്റ കുട്ടികൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ വീഡിയോ ചെയ്തത്. ഒരുപാട് കുട്ടികളാണ് ആ ഒരു വീഡിയോ കണ്ടത്, ഒരുപാട് പേരാണ് നമ്മളെ വിളിച്ചത്, ഒരുപാട് പേരാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ കോഴ്സിന് വേണ്ടിയിട്ട് എൻറോൾ ചെയ്തത്. അപ്പോൾ അതിൽ നമ്മുടെ കുട്ടികളൊക്കെ ചോദിച്ചൊരു കാര്യമായിരുന്നു, സാറേ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തരാമോ? സാർ എല്ലാം പറയുന്നുണ്ട്, പക്ഷേ നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്ത് ആവാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാം കൂടെ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ പറഞ്ഞത്. പക്ഷേ നമ്മുടെ കുട്ടികൾ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് +2 എക്സാം അല്ലെങ്കിൽ +2 ഫെയിൽ ആയ കുട്ടികൾക്ക് എങ്ങനെ തോറ്റ വിഷയങ്ങൾ മാത്രം എഴുതിയെടുക്കാം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മക്കളെ, NIOS എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആണ്. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഒരു ഓപ്പൺ സ്കൂളിംഗ് സിസ്റ്റം ആണ് NIOS എന്ന് പറയുന്നത്. സോ NIOSലൂടെ നമുക്ക് നോർമലി ഇപ്പോൾ 10ാം ക്ലാസ് +2 ഒക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. നമ്മൾ തോറ്റവർക്ക് മാത്രമേ എഴുതാൻ പറ്റുമെന്നൊന്നുമില്ല, നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഇത് എടുക്കാം. ഒരു ഏജ് ലിമിറ്റിനുള്ളിലുള്ള ആളുകൾ, മിനിമം ഏജ് ആയ ആളുകൾക്ക് ഈ ഒരു +2 10ാം ക്ലാസ് എഴുതാം. നമുക്ക് ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ഈ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ കേരള ബോർഡിന്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ കുട്ടികളോട് ഈ ഒരു തോറ്റ കുട്ടികൾക്ക് ആ തോറ്റ വിഷയങ്ങൾ എഴുതുന്ന ഒരു സംവിധാനമുണ്ട്, എളുപ്പത്തിൽ എഴുതാം എന്നൊക്കെ പറഞ്ഞത്. സോ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കുട്ടികളാണ് അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് വന്നതും അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിനെ എൻറോൾ ചെയ്തതും ഒക്കെ. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ആ ഒരു സംശയം ഉണ്ട്, അത് എങ്ങനെയാണത് എനിക്ക് ഉപകാരപ്പെടുക. അതായത് ഓരോ വിദ്യാർത്ഥിയുടെയും റിസൾട്ട് വ്യത്യസ്ത രീതിയിലാവും. ഒരു വിഷയം, 2 വിഷയം, 3, 4, 5 ഒക്കെ തോറ്റ കുട്ടികളുണ്ടാവും. സോ എനിക്കത് എങ്ങനെ ഉപകാരപ്പെടും എന്നുള്ളതാണ് നമ്മുടെ കുട്ടികൾ ചിന്തിക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കുറച്ചുകൂടി ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാൻ പോവുകയാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് നോക്കാം, ഇത് +2 കേരള ബോർഡ് മാത്രമല്ല, +2 നിങ്ങൾ ഏത് ബോർഡിൽ നിന്ന് തോറ്റ കുട്ടികളാണെങ്കിലും അത് റെക്കഗ്നൈസ്ഡ് ബോർഡാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാം. സോ ഇത് ഗവൺമെന്റ് സിസ്റ്റമാണ് നമ്മുടെ NIOS എന്ന് പറയുന്നത്. സോ അവിടെ നമ്മളൊരു വാലിഡ് ആയിട്ടുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ട് ബോർഡിൽ പഠിച്ചപ്പോൾ കേരള ബോർഡിലെ കുട്ടികളോ CBSE കുട്ടികളോ അല്ലെങ്കിൽ മറ്റുള്ള റെക്കഗ്നൈസ്ഡ് ബോർഡ് ഇന്ത്യയിൽ എവിടെയുള്ള ബോർഡുകളിൽ നിന്നും പഠിച്ച കുട്ടികളാണെങ്കിലും നമുക്ക് ഇത് ഇവിടെ ഇങ്ങോട്ട് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് നോക്കാം. +2 2024 നിങ്ങളിപ്പോൾ ഫസ്റ്റ് നിങ്ങൾ +2 പരീക്ഷ എഴുതുന്ന സമയത്ത് 2 വിഷയം തോറ്റു, 3 വിഷയം തോറ്റു, 4 അങ്ങനെ വ്യത്യസ്ത രീതിയിൽ തോറ്റു പോയിട്ട് നിങ്ങൾ വീണ്ടും അത് ആയിട്ട് ഒരു അറ്റംപ്റ്റ് കൊടുത്തു. സേക്ക് ഒരു അറ്റംപ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ വീണ്ടും അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഒന്നെങ്കിൽ ആ ഫുൾ വിഷയങ്ങളും തോറ്റുപോയി, അതായത് നമ്മൾ കൊടുത്ത വിഷയങ്ങൾ തോറ്റുപോയി, അതല്ലെങ്കിൽ നമ്മൾ 1 ജയിച്ചു 3 തോറ്റുപോയി, അല്ലെങ്കിൽ 2 ജയിച്ചു 2 തോറ്റുപോയി, അങ്ങനെയൊക്കെയുള്ള സ്റ്റാറ്റസിലായിരിക്കും നമ്മുടെ കുട്ടികൾ നിൽക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ കഴിഞ്ഞൊരു 5 വർഷത്തിൻ്റെ ഉള്ളിൽ, അതായത് ഈ 2024 ഉൾപ്പെടെ ഈ 5 വർഷത്തിൻ്റെ ഉള്ളിൽ +2 തോറ്റിട്ട്, ഈ വർഷം തോറ്റ കുട്ടികൾ മാത്രമല്ല കഴിഞ്ഞ വർഷം തോറ്റ കുട്ടികൾക്കും ഈ ഒരു സംവിധാനം ഉപയോഗിക്കാൻ പറ്റും, അതിന് മുമ്പത്തെ വർഷം തോറ്റ കുട്ടികൾക്കും ഈ ഒരു സംവിധാനം ഉപയോഗിക്കാൻ പറ്റും. അതായത് നിങ്ങൾ തോറ്റ സർട്ടിഫിക്കറ്റിൽ എത്ര വിഷയങ്ങൾ നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ആ ജയിച്ച വിഷയങ്ങൾ ഇനി നിങ്ങൾ പരീക്ഷ എഴുതേണ്ട, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ഒരുപാട് കുട്ടികൾക്ക് ഇത് അറിയില്ല, ഈ ഒരു ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 5 വർഷം വരെയുള്ള കുട്ടികൾക്ക് ഈ ഒരു ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റും. സോ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ എടുത്തത് സയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ കൊമേഴ്സ് ആയിരിക്കാം, ഹ്യൂമാനിറ്റീസ് ആയിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ എടുത്താൽ ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് വൊക്കേഷണൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, വൊക്കേഷണൽ +2 ചെയ്ത കുട്ടികളാവാം. സോ ഈ 4 കാറ്റഗറിയിൽ നമ്മുടെ കുട്ടികൾ +2 എടുത്തു, പഠിച്ചു, ചിലപ്പോൾ തോറ്റുപോയിട്ടുണ്ടാവും. സോ തോറ്റുപോയെന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെങ്ങനെ നിങ്ങൾക്ക് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ നോക്കുക മക്കളെ, ഒരു സബ്ജക്റ്റ് മാത്രമേ തോറ്റിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സബ്ജക്റ്റ് മാത്രം എഴുതാൻ സാധിക്കില്ല. 2 സബ്ജക്റ്റ് മാത്രം തോറ്റിക്കണമെങ്കിൽ ആ 2 സബ്ജക്റ്റ് മാത്രം എഴുതാൻ പറ്റില്ല. പക്ഷേ 3 സബ്ജക്റ്റ് തോറ്റിക്കണമെങ്കിൽ നമുക്ക് 3 എണ്ണം മാത്രം എഴുതാൻ സാധിക്കും. അതായത് ഇവിടെ NIOSന്റെ റൂൾ പ്രകാരം നമ്മൾ മിനിമം 3 സബ്ജക്ട്സ് പരീക്ഷ എഴുതണം എന്നാണ് റൂള്. ഓക്കെ, മിനിമം 3 സബ്ജക്ട്സ്. ഓക്കെ, അപ്പോൾ അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 6 വിഷയങ്ങളാണ് നമുക്ക് +2 വരിക. ഈ 6 വിഷയത്തിൽ നമ്മളൊരു 4 വിഷയം തോറ്റുപോയി, 2 എണ്ണം ജയിച്ചു. സോ ആ ജയിച്ച 2 വിഷയം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ആ 4 എണ്ണത്തിൽ നമ്മൾ ഏതായാലും 3 എണ്ണം എഴുതിയാലും മതി. ഓക്കെ, അതല്ല ഇപ്പം നമ്മൾ 2 എണ്ണം തോറ്റു, 4 എണ്ണം ജയിച്ചു. സോ നമുക്ക് 2 എണ്ണം തോറ്റതുകൊണ്ട് എന്തായാലും നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടില്ലല്ലോ. സോ ആ 2 തോറ്റ വിഷയങ്ങൾ നമുക്ക് എഴുതുക. അതിൻ്റെ കൂടെ ആ ജയിച്ചെന്ന ഒരു വിഷയം കൂടി നമ്മൾ ജയിച്ച വിഷയങ്ങൾ അറിയും, മലയാളമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. സോ എളുപ്പമുള്ളൊരു വിഷയം എടുത്തിട്ട് ടഫായിട്ട് നിങ്ങൾ പാസ്സായ 2 സബ്ജക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാം. ഞാനത് റെപ്രസെന്റ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് സയൻസിലോട്ടാണ്. കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആണ് വീഡിയോ, സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം. ഇത് എല്ലാ കുട്ടികൾക്കും ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതേ കണ്ടന്റ് വീണ്ടും നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് വീഡിയോ ചെയ്തു തരുന്നത്. സോ സയൻസിൽ നമുക്ക് വരുന്ന സബ്ജക്ട്സുകൾ നോക്കാം. ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും, മലയാളം അല്ലെങ്കിൽ ഹിന്ദി ഉണ്ടായിരിക്കും, ഫിസിക്സ് ഉണ്ടായിരിക്കും, കെമിസ്ട്രി ഉണ്ടായിരിക്കും, ബയോളജി ഉണ്ടായിരിക്കും, മാത്തമാറ്റിക്സ് ഉണ്ടായിരിക്കും,
കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടായിരിക്കും. ഇതിൽ ബയോ സയൻസ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. നിങ്ങൾ ഓപ്ഷണൽ ആയിട്ട് എടുത്ത കുട്ടികളായിരിക്കും. ചില കുട്ടികൾ ബയോ സയൻസ് എടുത്തിട്ടുണ്ടാവും, ചില കുട്ടികൾ കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ നിങ്ങൾ ഏത് ഓപ്റ്റ് ചെയ്ത് നോക്കുക. എന്തായാലും നമുക്ക് 6 വിഷയങ്ങൾ മതി കേരള ബോർഡിൽ പാസ്സാവാൻ. പക്ഷേ NIOSന്റെ റൂൾ പ്രകാരം NIOSൽ 5 വിഷയങ്ങൾ മതി. മൊത്തം 5 വിഷയങ്ങൾ പാസ്സായാൽ മതി. സോ ഈ വർഷം +2 എക്സാം ഫെയിലായ കുട്ടികളും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഫെയിലായ കുട്ടികളും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ എടുത്ത സയൻസിന്റെ സബ്ജക്ട്സ് ഇതാണ് നിങ്ങളുടെ സബ്ജക്ട്സ് എങ്കിൽ നമുക്കിവിടെ ഇംഗ്ലീഷ്, മലയാളം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്. ഇതിൽ ഏറ്റവും ടഫുള്ള സബ്ജക്ട്സ് ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, വേണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് കൊണ്ട് കൂട്ടാം. സോ ഈ 4 സബ്ജക്ട്സ് ആയിരിക്കും ഏറ്റവും ടഫ് ആയിട്ടുള്ള. കമ്പ്യൂട്ടർ സയൻസ് എല്ലാവരും എടുക്കണമെന്നില്ല. സോ ഒരു 3 സബ്ജക്ട്സ് ആയിരിക്കും ടഫായിട്ട് വരുന്നുണ്ടാവുക. ഇംഗ്ലീഷ് എളുപ്പമായിരിക്കും, മലയാളം എളുപ്പമായിരിക്കും, ഹിന്ദി എളുപ്പമായിരിക്കും, ബയോളജി എളുപ്പമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളൊക്കെ ജയിച്ച വിഷയങ്ങൾ ഇതായിരിക്കും. പക്ഷേ ചില കുട്ടികൾക്ക് ഇംഗ്ലീഷ് ആയിരിക്കും ടഫായിട്ടുണ്ടാവുക. ലാംഗ്വേജ് കുറച്ച് മോശമായിരിക്കും, പക്ഷേ ബയോളജി ജയിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫിസിക്സ് ജയിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവും. ഈ സയൻസിന്റെ കേസിൽ ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെയാണ് നിങ്ങൾ സയൻസ് എടുത്തതെങ്കിൽ ആ സയൻസുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഉപകാരപ്പെടില്ല എന്ന് ഞാൻ പറയാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്തേക്ക് വരാറുണ്ട്, സാറേ സയൻസ് എടുക്കാനുള്ള കാരണം എനിക്ക് അലോട്ട്മെന്റ് കിട്ടിയത് സയൻസാണ്, അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്കൂള് സയൻസ് ആയി പോയി, എനിക്ക് ഇഷ്ടം ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ എടുക്കാൻ. സയൻസിന്റെ സാധ്യതകൾ മനസ്സിലാക്കുക. സയൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ കോഴ്സ് അല്ല, വലിയ കോഴ്സാണ്. നമുക്ക് മെഡിക്കൽ മേഖലകളിൽ പാരാമെഡിക്കൽ, മെഡിക്കൽ അലൈഡ് കോഴ്സ്, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ട്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സയൻസ് കോഴ്സുകളൊക്കെ ആർട്സ് ആൻഡ് സയൻസ് വരെ നമുക്ക് ഈ ഒരു സയൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ വൊക്കേഷണൽ ഏതിലോട്ടും പോകാൻ പറ്റും. അതായത് BBA ചെയ്യുക, BCom ചെയ്യുക, BSW ചെയ്യുക, അതേപോലെ നമുക്ക് BA സോഷ്യോളജി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, എക്കണോമിക്സ് ഇതൊക്കെ ചെയ്യുക. ഈ വൊക്കേഷണൽ ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ചെയ്യുക. പക്ഷേ സയൻസ് എടുത്ത കുട്ടികൾക്ക് MBBS, BDS, BHMS, BAMS, BVS അങ്ങനെ എല്ലാ സയൻസ്, അല്ലെങ്കിൽ BSc, B.Pharm എല്ലാ കോഴ്സുകളും ചെയ്യാൻ പറ്റും. സോ സയൻസ് എന്ന് പറയുന്നത് എലിജിബിൾ ടു ഓൾ സെക്ടർ ആണ്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും എലിജിബിൾ ആണെങ്കിൽ ഒബ്വിയസ്ലി ഇവിടെ പഠിക്കാനും അത്രത്തോളം ഉണ്ടാവും. സോ ഇത് ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രം സയൻസ് എടുത്താൽ മതി. ഇപ്പൊ എടുത്തു കഴിഞ്ഞ് കുടുങ്ങി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സ് ഒക്കെ തോറ്റു പോയിട്ട് ഇനിയും നമ്മൾ പോയിട്ട് സയൻസ് എഴുതിയാൽ നമുക്ക് തോൽക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലാംഗ്വേജ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ഹ്യൂമാനിറ്റീസിലോട്ടോ കൊമേഴ്സിലോട്ടോ കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ സയൻസിലെ കുട്ടികൾ നോക്കുക, നിങ്ങൾ തോറ്റത് ഒരു വിഷയം മാത്രമാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ആ ഒരു സേവരെ വെയിറ്റ് ചെയ്യായിരിക്കും. 1 മാർക്ക് 2 മാർക്കിനൊക്കെ തോറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് റീവാലുവേഷൻ കൊടുക്കുക. അത് മാർക്ക് കിട്ടി പാസ്സാവാൻ ചാൻസസ് ഉണ്ട്. അതല്ല നിങ്ങൾക്ക് 5 മാർക്കോ 10 മാർക്കിനോ ചോദിച്ചെങ്കിൽ അത് മാത്രം നിങ്ങൾ ഫിസിക്സ് പഠിച്ചിട്ട് അടുത്ത വർഷത്തെ കേരള ബോർഡിന്റെ എക്സാമിനേഷൻ കൊടുക്കാം. മാർച്ചിലൊക്കെ എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് അതിലോട്ട് കൊടുക്കാൻ പറ്റും. സോ അങ്ങനെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ യൂട്ടിലൈസ് ചെയ്യാം. അതല്ല ഒന്നിൽ കൂടുതൽ വിഷയങ്ങളൊക്കെ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇവിടെ പാസ്സാവുന്ന മെത്തേഡാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇപ്പോൾ സയൻസിൽ കുട്ടി ഫിസിക്സും കെമിസ്ട്രിയും തോറ്റുപോയി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജയിച്ചത് ഏതൊക്കെ? ഇംഗ്ലീഷ്, മലയാളം, ബയോളജി, മാത്സ്. ബയോമാത്സ് ആണ് ഞാൻ എടുക്കുന്നത് ഉദ്ദേശിക്കുന്നത്. സോ ഈ 4 വിഷയം ജയിച്ചു, 2 വിഷയം തോറ്റു. സോ തോറ്റ വിഷയങ്ങൾ ഏതൊക്കെ? ഫിസിക്സും കെമിസ്ട്രിയും. ഇത് രണ്ടും തോറ്റുപോയി. ജയിച്ചത് ഈ 4 വിഷയങ്ങളും. അപ്പൊ നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും പരീക്ഷ എഴുതുന്നു. പിന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു വിഷയം ഏതാ? മാത്തമാറ്റിക്സ് ആണ്. പിന്നെ ടഫായിട്ട് ചില കുട്ടികൾക്ക് ഫീൽ ചെയ്യുക ഇംഗ്ലീഷാണ്. അങ്ങനെ ഇംഗ്ലീഷാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ ഇംഗ്ലീഷിന് എഴുതണ്ട, അത് ഓൾറെഡി പാസ് ആയിക്കണമെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യുക. അതല്ല ഇംഗ്ലീഷ് ടഫ്, ബയോളജി ഫീൽ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ കുട്ടികളോട് ചോദിക്കും. സോ നിങ്ങൾക്ക് ആ ടഫ്നെസ് നോക്കിയിട്ട് അത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ 2 സബ്ജക്ട്സ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ 2 തോറ്റത് എന്തായാലും എഴുതണം, ഫിസിക്സ് കെമിസ്ട്രി. അതിന്റെ കൂടെ ജയിച്ച സബ്ജക്ട്സിൽ എളുപ്പമുള്ള സബ്ജക്ട് ഏതാ? മലയാളം. മലയാളം ഇവിടെ എളുപ്പം അറ്റൻഡ് ചെയ്ത പാസ്സാവുന്ന സബ്ജക്ട്സ് ആണ് മലയാളമൊക്കെ. സോ നിങ്ങൾക്ക് ഇവിടെ മലയാളം മാത്രം എഴുതി കൊടുക്കാൻ പറ്റും. സോ ഇവിടെ ഫിസിക്സും കെമിസ്ട്രി ഓൾറെഡി തോറ്റതാണ്, നിങ്ങൾ എന്തായാലും അതിന് പഠിച്ച് എഴുതണം. അതേപോലെ ഈ മലയാളം ജസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഈ 3 വിഷയങ്ങൾ നമ്മൾ എഴുതുക, 2 നമ്മൾ പാസ്സാവുന്നു. സോ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ ഫിസിക്സും കെമിസ്ട്രിയും മലയാളമാണ് നമ്മുടെ അടുത്തുള്ളത്. മാത്സ് ഉണ്ട്, ബയോളജി ഉണ്ട്. പക്ഷേ നമ്മുടെ അടുത്ത് ഇല്ലാത്തൊരു സബ്ജക്ട് ഏതാ? ഇംഗ്ലീഷ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ഇംഗ്ലീഷ് ഇതിൽ വരുന്നില്ല എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വരാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ ഇവിടെ ഇംഗ്ലീഷ് ഈ 2 എഴുതുമ്പോൾ ഒന്നെങ്കിൽ ഇംഗ്ലീഷ് ഇവിടെ എഴുതാൻ നോക്കുക. അതല്ല ഇംഗ്ലീഷ് ടഫാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ മാത്സിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. കാരണം എന്താ, ഇവിടെ നിങ്ങൾ ഒരു ബയോ മേഖലയ്ക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് മാത്സിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അതായത് നിങ്ങൾ മെഡിക്കൽ മേഖലകളിലോട്ട് മാത്സിൻ്റെ ആവശ്യമില്ല, ടെക്നിക്കൽ മേഖലകളിലോട്ടാണ് നമുക്ക് മാത്സിൻ്റെ ആവശ്യം. സോ PCB ആണോ നോക്കുന്നത്, PCM ആണോ നോക്കുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആണോ എന്നുള്ളത് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക. 5 വിഷയങ്ങൾ മതി. ഇനി അതല്ല നിങ്ങൾക്ക് 6 മലയാളം മാത്സും ഒക്കെ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റും കൂടെ എഴുതി കൊടുത്താൽ മതി എക്സ്ട്രാ. നമുക്ക് 7 വിഷയങ്ങൾ ഇവിടെ എടുക്കാൻ പറ്റും. സോ 2 ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് 5 വിഷയങ്ങൾ എഴുതാൻ പറ്റും. സോ ഞാൻ മിനിമം 3 വിഷയങ്ങളുടെ കാര്യം പറഞ്ഞത്, മാക്സിമം നിങ്ങൾക്ക് 5 വിഷയങ്ങൾ എഴുതാൻ പറ്റും. സോ അത് നമ്മൾ ഓരോ കുട്ടിയും അവർ തോറ്റ വിഷയങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ അവർക്ക് കൺസൾട്ട് ചെയ്ത് കൊടുക്കുക. സോ ഞാൻ ഇതൊരു ജനറൽ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇനി ഇതങ്ങനെയല്ല, ചിലപ്പോൾ തോറ്റുള്ളത് ഫിസിക്സും തോറ്റു, കെമിസ്ട്രിയും തോറ്റു, മാത്സും തോറ്റു, ഇംഗ്ലീഷും തോറ്റു, 4 വിഷയങ്ങൾ തോറ്റു, ഒക്കെ D ആയിട്ട് അങ്ങനെ കിടക്കുക റിസൾട്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ, നമുക്കവിടെ ജയിച്ച വിഷയങ്ങൾ ഒന്ന് ബയോളജി ആയിരിക്കും, പിന്നെ ഒന്ന് മലയാളം ആയിരിക്കും,
പിന്നെ ഈ ഒരു പേപ്പേഴ്സാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ചോദിക്കും എന്തിനോടാണ് നിങ്ങൾക്ക് താല്പര്യം. അപ്പോൾ പറയും സാറേ ഫിസിക്സും കെമിസ്ട്രിയും മാത്സ് ഒക്കെ തോറ്റു ഇനി എന്നെ കൊണ്ട് സയൻസ് നടക്കൂല എന്നാണെങ്കിൽ അത് ചെയ്യണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ജയിച്ചിട്ടുള്ള മലയാളം പേപ്പേഴ്സ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പോൾ ഇംഗ്ലീഷ് ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷും മലയാളവും നമ്മൾ ഇനി എഴുതൂല, അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. സോ ഇംഗ്ലീഷും മലയാളം എന്ന് പറയുന്നത് സയൻസിൻ്റെയും കൊമേഴ്സിൻ്റെയും ഹ്യൂമാനിറ്റീസിൻ്റെയും വൊക്കേഷനിൻ്റെ ഒക്കെ പേപ്പേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സയൻസ് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി മാത്സും ഇനി എഴുതാൻ പോകില്ല. നമ്മൾ നേരെ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ കൊമേഴ്സ് ഇഷ്ടമെങ്കിൽ കൊമേഴ്സിന്റെ ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ട്സ് പൊളിറ്റിക്സ് എഴുതി കൊടുക്കും, അതല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി എഴുതി കൊടുക്കും. സോ ഈ രണ്ട് പേപ്പേഴ്സ് നിങ്ങൾ സയൻസിന് ജയിച്ച വിഷയങ്ങൾ നിങ്ങൾ എടുക്കുന്നു, അതിന്റെ കൂടെ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസിന്റെ പേപ്പേഴ്സ് സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി. ഓക്കെ, ഇതാണ് ഞാൻ നല്ല കോഴ്സ് ചേഞ്ചിനെ കുറിച്ച് ഒരു വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ കുട്ടികൾക്ക് ശരിക്കും മനസ്സിലായതാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെ. സോ +2 സയൻസ് നിങ്ങൾ എടുത്തിട്ട് ഇംഗ്ലീഷും പാസ്സായി മലയാളം പാസ്സായി ബാക്കിയൊക്കെ തോറ്റുപോയി. അപ്പോൾ ഇനി എനിക്ക് സയൻസ് വേണ്ട എന്ന് പറയും കുട്ടികൾ. ഓക്കെ, നമുക്കറിയാം മറ്റു ബോർഡുകളിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളമാണ് ജയിച്ചതെങ്കിൽ അത് മാത്രം നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിന്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് സയൻസ് എനിക്ക് വേണ്ട എന്നാണെങ്കിൽ നമുക്കത് കൊമേഴ്സിലോട്ടോ ഹ്യൂമാനിറ്റീസിലോട്ടോ വൊക്കേഷനിലോട്ടോ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഹ്യൂമാനിറ്റീസിലോട്ടാണെങ്കിൽ നിങ്ങൾക്ക് സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി അവിടെ എഴുതി കൊടുത്താൽ 3 സബ്ജക്ട്സ് എഴുതിയാൽ മതി. ഇവിടെ ജയിച്ച ഇംഗ്ലീഷും മലയാളം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇനി ഹ്യൂമാനിറ്റീസ് അല്ല കൊമേഴ്സ് ആണ് താല്പര്യമെങ്കിൽ നമുക്ക് അവിടെ ബിസിനസ് സ്റ്റഡീസും അക്കൗണ്ടൻസി പൊളിറ്റിക്സോ കമ്പ്യൂട്ടർ സയൻസ് ഏതെങ്കിലും ഒരു ഓപ്ഷൻ 3 സബ്ജക്ട്സ് നമ്മൾ കൊടുത്താൽ അത് നമുക്ക് കൊമേഴ്സ് ആയി മാറും. സോ എങ്ങനെയാണ് കോഴ്സ് ചേഞ്ച്, നമുക്ക് ഇതിൽ ജയിച്ച വിഷയങ്ങൾ നമ്മൾ അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള കോഴ്സിന്റെ സബ്ജക്ട്സ് എടുത്താൽ അത് ട്രാൻസ്ഫറിങ് ആയി. സോ നമുക്ക് ആ കോഴ്സ് വേണമെങ്കിൽ മാറ്റാം. സോ ഇതായിരുന്നു നമ്മളെ കുട്ടികൾ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡൗട്ട്. അപ്പോൾ സയൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് കൊമേഴ്സിൽ നിങ്ങൾ പാസ്സായ വിഷയം നോക്കുക. അപ്പോൾ നമ്മൾ ഒരു വിഷയം മാത്രം തോറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് ആ ഒരു അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യായിരിക്കും നല്ല, അല്ലെങ്കിൽ റീവാലുവേഷൻ കൊടുക്കുക. 1 മാർക്ക് 2 മാർക്ക് ആണെങ്കിൽ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അതല്ല നിങ്ങൾക്ക് അതിന്റെ മുമ്പ് പാരലായിട്ട് എനിക്കൊന്ന് ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇവിടെ അത് കൊടുക്കാനും പറ്റും. അവിടെ തോറ്റിട്ട് സേവ് വന്നിട്ട് നിങ്ങൾ ക്ലിയർ ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പാരലായിട്ട് ഇത് ചെയ്യാം. അത് ഓപ്പൺ സ്കൂളിംഗ് ആണ്, നിങ്ങൾക്ക് അതിന്റെ കൂടെ പാരലായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അവിടെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് ഇത് പാരലായിട്ട് ഈ കോഴ്സും ചെയ്യാൻ പറ്റും. സോ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് കേരള ബോർഡിന്റെ സർട്ടിഫിക്കേഷനും ചെയ്യണം, ഇതും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 സർട്ടിഫിക്കേഷൻ വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, പാരലായിട്ട് നിങ്ങൾക്ക് 5 വിഷയങ്ങൾ എഴുതുന്ന രീതിയിൽ നോർമലായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, 5 വിഷയങ്ങൾ നോർമലായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഓൺ ഡിമാൻഡ് എന്നുള്ളൊരു എക്സാമിനേഷൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്. സോ ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം കേരള ബോർഡിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള ബോർഡുകളിൽ നിന്നും തോറ്റ കുട്ടികൾക്ക് മാത്രമേ ഓൺ ഡിമാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓൺ ഡിമാൻഡ് നമുക്ക് നടക്കുന്നത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 3 മാസങ്ങളിലാണ്. സോ ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ഓൺ ഡിമാൻഡ് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സോ ഓൺ ഡിമാൻഡ് രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് നിങ്ങൾ പെട്ടെന്ന് മേടിക്കണം. അതായത് നിങ്ങളുടെ കേരള ബോർഡിൽ നിന്നൊക്കെ +2 ഫെയിൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. സോ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വേഗം മേടിച്ചിട്ട് നിങ്ങൾ അതുകൂടെ നിങ്ങൾ തരണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ അത് വേഗം എല്ലാ കുട്ടികളും ചെക്ക് ചെയ്യുക. ഓക്കെ, ഈ ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത് തോറ്റ കുട്ടികൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഈ വരുന്ന ജൂലൈ, ഇപ്പോൾ ഈ മാസം ജൂലൈയും ഓഗസ്റ്റും സെപ്റ്റംബറും നമുക്ക് എക്സാം നടക്കുന്നത്. ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് എടുക്കുക. സോ നിങ്ങൾക്ക് അവിടെ പോയിട്ട് പരീക്ഷ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇതല്ല ഓൺ ഡിമാൻഡ് വേണ്ട, എനിക്ക് ട്രാൻസ്ഫർ ഒക്കെ ചെയ്യണം, പക്ഷേ എനിക്ക് കുറച്ച് ടൈം എടുത്തിട്ട് മതി എന്നാണെങ്കിൽ നമുക്ക് അടുത്ത ഏപ്രിൽ 2025 നോർമൽ എക്സാം വരുന്നുണ്ട്. അതിലും നമുക്ക് ഇതേപോലെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഒക്കെ ചെയ്യാൻ പറ്റും. സോ അവിടെ നമുക്ക് ഒരു 3-4 മാസത്തെ ഗ്യാപ്പ് കിട്ടും. ഓക്കെ, നമുക്ക് എക്സാം എഴുതാൻ നമുക്ക് എന്തായാലും പഠിക്കാനൊക്കെ ഒരു 6 മാസത്തെ ഗ്യാപ്പ് നമുക്ക് കിട്ടും. സോ നിങ്ങൾക്ക് ഏപ്രിൽ 25 വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, അതല്ല പെട്ടെന്ന് വേണമെന്നുള്ള കുട്ടികൾക്ക് ഈ വർഷം തന്നെ കിട്ടണം എന്നാണെങ്കിൽ നമുക്ക് ഓൺ ഡിമാൻഡിലോട്ട് പോവാം. അതല്ല നമുക്ക് അടുത്ത ഏപ്രിൽ 25 മതി എന്നാണെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുട്ടികൾ എക്സാമിന്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കുട്ടികൾ നമ്മൾ എൻക്വയറി ചെയ്തപ്പോൾ ഇതിന്റെ ഇൻഫർമേഷൻ പ്രോപ്പറായിട്ട് പറഞ്ഞു തരണം സാറേ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ കുട്ടികൾ ആഗ്രഹിക്കുന്നത് അവർക്ക് ഡൗട്ട്സുകൾ എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഒത്തിരി കുട്ടികളാണ്, അബൌട്ട് 2000 സ്റ്റുഡൻസ് ആണ് നമ്മൾ വിളിച്ചിട്ടുള്ളത്. സോ അത്രയും കുട്ടികൾക്ക് നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് ഷെയർ ചെയ്തുകൊണ്ട് ഇപ്പോഴും നമ്മളിത് ഷെയർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും മനസ്സിലാവാനാണ് വീഡിയോ ആയിട്ട് ചെയ്തത്. ഓക്കെ, സോ ഏപ്രിൽ 25 കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കുക, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓൺ ഡിമാൻഡ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ തോറ്റ സർട്ടിഫിക്കറ്റും കൂടെ നിങ്ങൾ ഗവൺമെന്റിലോട്ട് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് ഈ ഒരു ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നുള്ള 3 മാസത്തിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ 4 വിഷയങ്ങളൊക്കെ തോറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ജയിച്ച 2 വിഷയങ്ങൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. അതല്ല നമുക്ക് ഈ 4-ൽ നിന്ന് 3 മാത്രം എഴുതിയാൽ മതി. ഓക്കെ, 5 വിഷയം തോറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 5 വിഷയങ്ങൾ എഴുതാനാണ് ഏറ്റവും നല്ല. ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല, 5 വിഷയങ്ങളുടെ എഴുതി കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് 5 വിഷയങ്ങൾ ആവശ്യമുള്ളൂ. ഓക്കെ, അതല്ല നിങ്ങൾ 3 വിഷയം തോറ്റിട്ടുള്ളത് എങ്കിൽ ആ 3 നിങ്ങൾ ജയിച്ച 3 വിഷയത്തിൽ നിന്ന് 2 വിഷയങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നു, ബാക്കി 3 വിഷയങ്ങൾ എഴുതുന്നു. അതിന് താഴെ 2 വിഷയങ്ങളാണ് തോറ്റത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ജയിച്ച 4 വിഷയങ്ങളിൽ നിന്ന് 2 ട്രാൻസ്ഫർ ചെയ്യുന്നു, പിന്നെ തോറ്റ 2 ഒരു സബ്ജക്ട് ജയിച്ച് തന്നെ എഴുതുന്നു. അങ്ങനെ
3 വിഷയങ്ങൾ എഴുതുന്നു. ഓക്കെ, ഒരു സബ്ജക്റ്റാണ് തോറ്റതെങ്കിൽ നിങ്ങൾക്ക് അടുത്ത കേരളൻ്റെ പബ്ലിക് എക്സാമിനേഷൻ്റെ വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് എഴുതുന്നതാണ് ബെറ്റർ ആയിട്ടുള്ളത്. 1 മാർക്ക് 2 മാർക്ക് തോറ്റുണ്ടെങ്കിൽ റീവാലുവേഷൻ കൊടുക്കുക. അതല്ല അതുവരെ വെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ല, ഇതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാനുള്ള ആഗ്രഹമുള്ള കുട്ടികൾക്ക് 5 വിഷയങ്ങൾ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് +2 എങ്ങനെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, എങ്ങനെ കോഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും, ഈ ഒരു വിഷയം തോറ്റവർക്ക് 2 വിഷയം തോറ്റവർക്ക് 3 വിഷയം തോറ്റവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. ഒരു വിഷയം മാത്രം എഴുതാൻ പറ്റില്ല, മിനിമം 3 സബ്ജക്ട്സ് നമ്മൾ എഴുതണം എന്നുള്ളതാണ് പറയുന്നത്. സോ അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റാറ്റസ് 1 2 3 5 വിഷയങ്ങൾ തോറ്റ സ്റ്റാറ്റസ് ആയിരിക്കും ഉണ്ടാവുക. സോ ആ ഒരു സ്റ്റാറ്റസ് ഉള്ള കുട്ടികൾക്ക് ഞാൻ ഈ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ തോന്നുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇതൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.